പ്രൈസ് ടു ജീസസ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ ക്ലിപ്പ് കാണുവാനായിട്ടിടയായി. അതിൻ്റെ അകത്ത് വാണിയപ്പുരയ്ക്കൽ പിതാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനി വരാൻ പോകുന്ന മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായിട്ടല്ല വരാൻ പോകുന്നത്, പത്രോസ് ലീഗയുടെ പിൻഗാമിയായിട്ടാണ് വരാൻ പോകുന്നത്. ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഒരു ധീരനായ പത്രോസ് ലീഗയുടെ പിൻഗാമി എന്ന് പറഞ്ഞാൽ വളരെ ധീരതയോടെ സഭയെ മേയ്പ്പാനും ഭരിപ്പാനും നേർവഴി കാട്ടിക്കൊടുക്കുവാനും വളരെ അധികാരമുള്ള ഒരു മാർപ്പാപ്പ നിലവിൽ വരുന്നതിനെ ഓർത്ത് ഞാൻ വളരെയേറെ സന്തോഷിച്ചു. അദ്ദേഹത്തെ ഞാൻ വെൽക്കം ചെയ്യുന്നു ദൈവനാമത്തിൽ. എന്നാൽ നമ്മളിവിടെ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു വചനത്തിലൂടെ നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ യേശു പറഞ്ഞു, പിതാവ് ചെയ്യുന്നതല്ലാതെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അതായത് പിതാവിനോട് കേട്ട്, പിതാവിൻ്റെ സ്വരം കേട്ട് പിതാവ് പറയുന്നതല്ലാതെ ഞാൻ സ്വതവേ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കെ 12 അപ്പോസ്തലന്മാർ യേശു ചെയ്തത്, യേശു പ്രവർത്തിച്ചത്, യേശു പറഞ്ഞത് കൂടെ നടന്ന 12 അപ്പോസ്തലന്മാർ. യേശു ക്രിസ്തു അവരെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് അയക്കുന്നു. അവര് യേശുവിൻ്റെ സ്വരം കേട്ട് ചെയ്ത് യേശു വെറുത്തതിനെ, യേശു തള്ളിക്കളഞ്ഞതിനെ മുഴുവനും മാറ്റിവെച്ച് ഏക ദൈവ വിശ്വാസത്തിൽ 12 അപ്പോസ്തലന്മാർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ യാത്ര ചെയ്തു. അതിലെ ഒരുവനായ പത്രോസ് അപ്പോസ്തലൻ. പത്രോസ് അപ്പോസ്തലൻ എവിടെയാണോ തുടങ്ങി വെച്ചത്, അത് എവിടെയാണ് അവസാനിച്ചത്, അവിടുന്ന് പത്രോസ് അപ്പോസ്തലന്റെ ഒരു പിൻഗാമി ഇന്ന് സഭയുടെ അടുത്ത് വന്നാൽ അദ്ദേഹം ഒരു ചെറിയ ആളല്ല. കാരണം പത്രോസ് ലീഗായ്ക്ക് കിട്ടിയ അധികാരം, യേശുക്രിസ്തു വഴി കൊടുത്ത അഭിഷേകം, ഇത് പത്രോസ് ലീഗായുടെ പിൻഗാമിയായി വരുന്നവർക്ക് ആ അഭിഷേകവും ആ ശക്തിയും ആ ബലവും നിലവും ഉണ്ടായിരിക്കുമെന്നുള്ളതിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. എന്നാൽ നിങ്ങളൊരു ചോദ്യം ചോദിച്ചേക്കാം, ഫ്രാൻസിസ് മാർപ്പാപ്പ പത്രോസിന്റെ പിൻഗാമി ആയിരുന്നില്ലേ? ഞാൻ പറഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം പത്രോസ് കാണിച്ചു കൊടുക്കാത്ത പല കാര്യങ്ങളും ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള കത്തോലിക്ക സഭയിൽ ഇരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. എണ്ണി പറയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. 1, സ്വവർഗ വിവാഹത്തിന് അനുമതി കൊടുത്തു. 2, പച്ചമാമയെ ആരാധിച്ചു. 3, അന്യദേവന്റെ വിഗ്രഹങ്ങളെയും അന്യദേവ ആചാരങ്ങളും ചർച്ചിന്റെ അകത്ത് ആഗോള കത്തോലിക്ക സഭ കൊണ്ടുവന്ന് ആരാധിച്ചു. ഇതൊന്നും പത്രോസ് ലീഗ പഠിപ്പിച്ചതോ പത്രോസ് ലീഗയുടെ കൈവെപ്പിലൂടെ പിൻഗാമിയായി ഏറ്റ ആള് ചെയ്യേണ്ട കാര്യങ്ങളോ അല്ല. എന്നാൽ ഇതിനേക്കാളെല്ലാം മറുരൂപമായി, ഇതിനേക്കാളെല്ലാം വ്യത്യസ്തമായി ഇനി വരുന്ന പത്രോസ് ലീഗായുടെ പിൻഗാമിയായി വരുന്ന മാർപ്പാപ്പ ആഗോള കത്തോലിക്ക സഭയെ ഉടച്ചു വാർത്ത് ഒരു പുതിയ സഭ കെട്ടിപ്പണിത് ഉയർത്തി കൊണ്ടുവരും എന്ന് പ്രത്യാശിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് കത്തോലിക്ക സഭയിലുള്ള ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജനങ്ങൾ മടുത്ത അവസ്ഥയിലേക്കാണ്. കുറെ ജനങ്ങൾ മടുക്കുന്നു, കുറെ ജനങ്ങൾ പെന്തക്കോസ്തിലേക്ക് പോയി. ഒത്തിരി പേര് ഈ കഴിഞ്ഞ നാളിൽ എന്നെ ഒരു 2 സഹോദരങ്ങൾ 3 സഹോദരങ്ങൾ എന്നെ ഫോണിൽ കൂടി ബന്ധപ്പെട്ടു എൻ്റെ വീഡിയോ കണ്ടിട്ട്. അവർ പറഞ്ഞത്, ഞങ്ങൾ കത്തോലിക്ക സഭയിൽ നിന്നപ്പോൾ യേശുവിനെ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾ കണ്ടത് മുഴുവനും വിഗ്രഹങ്ങളെയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളെ വിഗ്രഹങ്ങളിലേക്കാണ് ഈ സഭ അടുപ്പിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, സ്വർഗരാജ്യത്ത് എത്തപ്പെടാൻ യാതൊരു ചാൻസുമില്ല. അതുകൊണ്ട് കത്തോലിക്ക സഭയിൽ നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. യേശുവിൻ്റെ പേര് കുറവാണ്. അവർ പഠിപ്പിക്കുന്ന പഠനങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന മാതാവിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് എത്തിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പെന്തക്കോസ് സഭയിലേക്ക് ജനുവരി തൊട്ട് പോയവരുണ്ട്. ഈ കഴിഞ്ഞ ജനുവരി മാസം തൊട്ട് പെന്തക്കോസ്തിലേക്ക് പോയവരുണ്ട്. ഇനി മറ്റൊരു കൂട്ടർ പറയുന്നു, ഈ സഭയെ ഞങ്ങൾ ആകമാന വെറുത്തു തുടങ്ങി. കാരണം മറ്റൊന്നുമല്ല,
ഒരു ചർച്ചിന്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും അനവധി മുഖച്ഛായമുള്ള രൂപങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ണടച്ചൊന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അപ്പൊ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പത്രോസിന്റെ പിൻഗാമിയായ പോപ്പ് വന്നു കഴിയുമ്പോൾ ആഗോള കത്തോലിക്ക സഭയെ ഉടച്ചു വാർത്ത പുതിയൊരു സഭയാക്കി, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഭയാക്കി മാറ്റുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. പത്രോസിന്റെ പിൻഗാമിയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ തുടരുന്ന വ്യക്തിയായി മാറ്റാൻ കഴിയും. ഇനി ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് മാറ്റാൻ ഉള്ളത്, അല്ലെങ്കിൽ പത്രോസ് ലീഗ ചെയ്യാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ പത്രോസ് ലീഗയ്ക്ക് വിലക്കിയ ബൈബിൾ വിലക്കിയത്, യേശുക്രിസ്തു വിലക്കിയത്, അപ്പോസ്തലന്മാർ വിലക്കിയത്, പഴയകാല പ്രവാചകന്മാർ വിലക്കിയ കാര്യങ്ങളുണ്ട്. അപ്പൊ ബൈബിൾ പഠിക്കുമ്പോൾ ആകമാനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ആകമാനം വെറുത്തിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ആഗോള കത്തോലിക്ക സഭയുടെ അകത്ത് നടത്തിക്കൊണ്ടു പോകുന്ന ബിഷപ്പുമാരും പുരോഹിതന്മാരും മറ്റെല്ലാവരും കൂടി നടത്തിക്കൊണ്ടു പോകുന്നു. എന്തൊക്കെയാണ് നടത്തിക്കൊണ്ടു പോകുന്നത്? ഒന്നാമത് അവിടെ നടത്തുന്ന ഏറ്റവും വലിയ ഒരു സംഭവമാണ്, ഇന്ന് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സംഭവമാണ് ബിംബ ആരാധന. ഇത് നമുക്കറിയാം. പുറപ്പാടിൽ കൽപ്പന കൊടുത്തു, അതൊന്ന് ഏറ്റവും മനോഹരമായിട്ട് ബിംബാരാധന, ബിംബത്തെ നോക്കി പ്രാർത്ഥിക്കുക, ബിംബാരാധന നടത്തിക്കൊണ്ടു പോകുന്നു. രണ്ടാമത് അന്യദേവന്റെ നേർച്ചകളും വഴിപാടുകളും ഫെസ്റ്റിവൽ ആരംഭിക്കുക. അതായത് അക്രൈസ്തവരുടെ അതാണ് ഓണം വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഓണ കുർബാന അതിമനോഹരമായിട്ട് ഓണത്തപ്പന്റെ ആ വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ പുരോഹിതന്മാർ ഇരുന്ന് കുർബാന അർപ്പിക്കപ്പെടുന്നു. ഓണ കുർബാന യഥാർത്ഥത്തിൽ മാവേലിയെ ആരാധിക്കുന്ന കുർബാനയ്ക്ക്, മാവേലിക്ക് സന്തോഷം കൊടുക്കുന്ന അന്യജാതിക്കാരന്റെ ആരാധനയെടുത്ത് മോഷ്ടിച്ച് ആഗോള ക്രൈസ്തവ സഭ, ആഗോള കത്തോലിക്ക സഭയുടെ അകത്തേക്ക് കൊണ്ടുവന്ന് ആരാധിപ്പിക്കാൻ പഠിപ്പിച്ചതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. രണ്ടാമത് പച്ചമാമയെ ആരാധിക്കാൻ പഠിപ്പിച്ചു. പച്ചമാമയെ കൊണ്ടുവന്നു. ആമസോൺ തദ്ദേശീയ വനിതയായ അവരുടെ മാതാവായ പച്ചമാമയെ ആരാധിക്കാൻ പഠിപ്പിച്ചു. വത്തിക്കാനിലെ ചർച്ചിനകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു. അതിന്റെ പേരിൽ കേസും കൂട്ടങ്ങളുമായി. എവിടെയാണ്? പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇരുന്ന സ്ഥലത്ത്. ഇനി അന്യ ആരാധന എന്താണ്? വിഷു കുർബാന, ഓണ കുർബാന, അതുപോലെ തന്നെ പല വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുക, മാതാവിനോട് പ്രാർത്ഥിക്കുക, മാതാവിനെ സാരി ഉടുപ്പിക്കുക, ആ സാരി ലേലം വിളിച്ച് ആഗോള കത്തോലിക്ക സഭയിൽ പല സഭകളിലും, ആഗോള കത്തോലിക്ക സഭയിൽ പല സകലങ്ങളിലും മാതാവിനെ സാരി ഉടുപ്പിച്ച് ആ സാരി ലേലം വിളിച്ച് അത് വീടിന്റെ അകത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന സഭ. അതെല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇരുന്ന കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. രണ്ടാമത് ഉണ്ണീശോയുടെ ഉടുപ്പ് ലേലം വിളിക്കുക, അത് നല്ലൊരു വിലയ്ക്ക് പോവുക. ജനിക്കാത്ത ഗീവർഗീസിന് കോഴിയെ കൊടുത്ത്, ഇടപ്പള്ളി പോലെയുള്ള സ്ഥലങ്ങളിൽ കോഴിയെ കൊടുത്ത് അങ്ങനെ പല രീതിയിലുമുള്ള ആചാരങ്ങൾ സഭ, അതായത് ക്രിസ്തുവിന്റെ സഭ ഏക ശരീരമായത്തോട് അനുബന്ധ രൂപമായിരിക്കുന്ന ഒന്നായി ചേർന്ന സഭ വിലക്കപ്പെട്ടിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇരുന്ന് കാലഘട്ടത്തിൽ ചെയ്തു പോകുന്നു. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പത്രോസ് ലീഗായുടെ പിൻഗാമിയായി വരുന്ന മാർപ്പാപ്പ പ്രവർത്തിക്കും എന്നുള്ള സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. ഏറ്റവും വലിയ ദൈവം വെറുക്കുന്നതാണ് സ്വവർഗ വിവാഹം. ആണും ആണുമായുള്ള വിവാഹം, പെണ്ണുമായുള്ള വിവാഹം, ഇതിനെല്ലാം വെറുക്കപ്പെടുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. അത് വത്തിക്കാനിലെ നൽകാൻ, അങ്ങനെ നടത്താനുള്ള അനുമതി കൊടുത്തു. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധി ഏൽപ്പിച്ചു. അതാണ് ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. എപ്പോഴാണ് ആരംഭിച്ചത്? സ്വന്തം ശരീരങ്ങളെ, ഇവിടെ വചനം വ്യക്തമായിട്ട് പറയുന്നു, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് പുരുഷനുമായി സ്ത്രീയുമായി വിവാഹം നടക്കാൻ, സ്വവർഗ വിവാഹം നടക്കാൻ വത്തിക്കാനിൽ
അനുമതി കൊടുത്തു. ഇനി താഴേക്ക് വായിക്കുമ്പോൾ ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സത്യം വിഗ്രഹങ്ങളെ ഉണ്ടാക്കാൻ വിഗ്രഹത്തോട് ആരാധിക്കുക, കല്ലിനെയും മണ്ണിനെയും അങ്ങനെ എന്ന് വേണ്ട അതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ മുമ്പിൽ ആരാധിക്കുക, അത് ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ എന്നെ സൃഷ്ടിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സൃഷ്ടിച്ച അത്യുന്നതനായ ദൈവത്തെക്കാൾ സ്വന്തം സൃഷ്ടിച്ച വസ്തുവിനെ ആരാധിക്കാൻ ആരംഭിച്ചു. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്നുണ്ടായിരുന്നു. അപ്പോ ഞാൻ വിചാരിക്കുന്നത് പത്രോസിന്റെ പിൻഗാമി ആയിരുന്നില്ല ഫ്രാൻസിസ് മാർപ്പാപ്പ. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള എല്ലാ അക്രൈസ്തവന്റേതായ നേർച്ചകളും കാര്യങ്ങളും എല്ലാം വഴിപാടുകളും എല്ലാം കോപ്പി അടിച്ച് കൊണ്ടുവന്നു. എന്തിനേറെ വെടി വഴിപാടുകൾ തൊട്ട് അമ്പ് നേർച്ച തൊട്ട് വല്ലാത്ത കാര്യങ്ങളിലേക്ക് സഭ കൊണ്ടുവന്നു, ആഗോള കത്തോലിക്ക സഭ. അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് തന്നെ ഇനി വരുന്ന പോപ്പ് ഇതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരു ശുദ്ധികലാശം കത്തോലിക്ക സഭയിൽ നടത്തി ദൈവം വെറുക്കുന്നതും ബൈബിൾ പഠിപ്പിക്കാത്തതും സഭ പഠിപ്പിക്കാത്തതുമായ എല്ലാത്തിനെയും എടുത്ത് ഉടച്ച് പുറത്ത് കളഞ്ഞിട്ട് ഏക സത്യ ദൈവമായ യഹോശുവയെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു സഭയായി കൊണ്ടുവരും എന്ന് പ്രത്യാശിക്കുന്നു. രണ്ടാമത് പറയാനുള്ളത്, അങ്ങനെ വന്നു കഴിയുമ്പോൾ യേശു പറഞ്ഞ അടയാളങ്ങളും അത്ഭുതങ്ങളും സഭയുടെ അകത്ത് നടക്കും. ബിംബങ്ങൾ വഴിയല്ല, മധ്യസ്ഥന്മാർ വഴിയല്ല, മാതാവിന്റെ വിഗ്രഹങ്ങൾ ഉടുപ്പിച്ച സാരി വഴിയല്ല, മറിച്ച് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ 15-ാമത്തെ വചനം, പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. ഹല്ലേലൂയ. പിന്നെ പറയുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ ഒരു ശുദ്ധികലാശം നടത്തി പത്രോസ്ലീഹായുടെ പിൻഗാമിയായി കയറി വരുന്ന മാർപ്പാപ്പ കൽപ്പന ഒരുപക്ഷെ കൊടുത്തേക്കാം. എന്താണ് ഇവിടെ യേശു ക്രിസ്തു പഠിപ്പിച്ച അപ്പോസ്തലന്മാർ കണ്ട് നടന്ന് വഴിയറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ അതേ പിൻഗാമിയിലൂടെ വന്ന മാർപ്പാപ്പ എന്ത് പറയണം? പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. എന്ന് വെച്ചാൽ വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. സഭയിൽ സകല ജനത്തോടും സുവിശേഷം പ്രസംഗിക്കാൻ പറയും. നീ വചനത്തിലൂടെ ഹൃദയത്തിൽ യേശുവിനെ ദർശിക്കാൻ പറയും. നിങ്ങൾ ആഗോള സഭയിലിരിക്കുന്ന കത്തോലിക്ക സഭയിലിരിക്കുന്ന സകല ബിംബത്തെ എടുത്ത് പുറത്താക്കാൻ പറയും. കാരണം പത്രോസിന്റെ പിൻഗാമിയാണെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. അത് നമ്മൾ കണ്ടറിയാം. ഹല്ലേലൂയ. അതുപോലെ അടുത്തത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. 17-ാമത്തെ വചനം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഏതടയാളങ്ങളാണ്? എന്റെ നാമത്തിൽ, അതായത് യേശുവിന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. പെന്തക്കോസ്ത് നാളിൽ 120 പേര് കൂടിയിരുന്നപ്പോൾ പത്രോസ്ലീഹായുടെ പാരമ്പര്യത്തിൽ പിൻഗാമിയാണ് വരുന്നതെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ 120 പേര് കൂടിയിരുന്നപ്പോൾ അന്യഭാഷകളിൽ സ്തോത്രം സംസാരിച്ചു. 3000 പേർ മാനസാന്തരപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന മാർപ്പാപ്പ ഏറ്റവും കൂടുതൽ 1-ാം സ്ഥാനം കൊടുക്കുന്നത് സുവിശേഷം പഠിപ്പിക്കും, വചനം പഠിപ്പിക്കും, ഭൂലോകത്തിലൊക്കെയും സുവിശേഷം പ്രസംഗിക്കാനുള്ള മിഷണറിമാരുണ്ടാകും. സുവിശേഷകർ സഭയിൽ പൊട്ടി മുളച്ചു വരും. സ്തോത്രം. ഹല്ലേലൂയ. അല്ല എങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്നാണ് പിൻഗാമിയായിട്ട് വരുന്നതെങ്കിൽ സഭയിൽ ഇന്ന് നിലനിൽക്കുന്ന അനാചാരങ്ങളും അക്രൈസ്തവരുടെ മറ്റ് മോഷണങ്ങൾ, അതായത് അക്രൈസ്തവരുടെ പരിപാടും നേർച്ചകളും കാര്യങ്ങളെല്ലാം മോട്ടിച്ച് ഇനിയും സഭ ഒരുപാട് മ്ലേച്ഛതയിൽ നിന്ന് മ്ലേച്ഛതയിലേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് തിരിച്ചറിയാം, ഇത് നമുക്ക് കണ്ടറിയാം. പത്രോസ്ലീഹായിൽ നിന്ന് വരുന്ന പോപ്പാണോ അതോ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയാണോ എന്ന് നമ്മൾ കണ്ണിലൂടെ നമുക്ക് തിരിച്ചറിയാനുള്ള ബോധ്യം എല്ലാവർക്കും കൊടുക്കട്ടെ. ഈ ക്ലാസ് കേട്ട എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.